ധർമ്മ സന്ദേശയാത്ര ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനമാണ്. ഇതിൻ്റെ പിന്നിൽ ഉള്ള ഒരു ആപ്തവാക്യമുണ്ട്. ഇതിന് രൂപം കൊടുത്ത ഒരു ആപ്തവാക്യം, അത് മഹാഭാരതത്തിലെ ഒരു വാക്യമാണ്. യതോ ധർമ്മ തതോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയം സുനിശ്ചിതമാണ്. വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലം ഭൗതിക വിജയം മാത്രമല്ല, ആധ്യാത്മികമായിട്ടുള്ള ഒരു വിജയസങ്കല്പവും ഇതിലുണ്ട്. ഈ ആധ്യാത്മികമായിട്ടുള്ള വിജയസങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യതയിലേക്ക് ഉയരുന്നതിൻ്റെ സൂചനയാണത്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ജീവിതത്തിൻ്റെ പിരിമുറുക്കം, അല്ലെ ജീവിതത്തിൽ പിരിമുറുക്കം എന്നാണ് അതിൻ്റെ മുഖമുദ്ര. അപ്പം പിരിമുറുക്കമില്ലാത്ത ഒരു ജീവിതം, ടെൻഷൻ ഫ്രീ ലൈഫ്, അതാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മിക ജീവിതം. അത് താൽക്കാലികമല്ല. താൽക്കാലികം ചില ചെപ്പടി വിദ്യകൾ കൊണ്ട് നേടാം. പക്ഷേ സ്ഥായി ഭാവത്തിലുള്ള സ്വസ്ഥത, ആന്തരികമായിട്ടുള്ള സുസ്ഥിതി, ശാന്തി, സമാധാനം. അപ്പം നമ്മുടെ ഈ ജീവിതത്തിൽ വ്യാവഹാരികമായിട്ട് ധാരാളം കർത്തവ്യങ്ങൾ നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട്. കുടുംബത്തിൽ ഭാര്യയോടുള്ള, അല്ലെങ്കിൽ ഭർത്താവിനോടുള്ള, മക്കളോടുള്ള, അച്ഛനമ്മമാരോടുള്ള, അല്ലെങ്കിൽ സമാജത്തോടുള്ള ചുമതലകൾ, കടമകൾ നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് പല ജോലികളിലും ഏർപ്പെടേണ്ടതുണ്ട്. എല്ലാവിധ വ്യവഹാരങ്ങളിലും ഏർപ്പെടുമ്പോഴും മനസ്സ് അതിൻ്റെ അല്ലെങ്കിൽ ശാന്തി തലത്തിൽ വ്യാപരിപ്പിക്കുക. അത് സാധ്യമാണോ? അത് സാധ്യമാകുമ്പോഴാണ്, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ കിടക്കുമ്പോഴാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം സ്ഥായി ഭാവത്തിലുള്ള വിജയം പ്രാപിക്കുന്നത്, അല്ലെങ്കിൽ വിജയം നേടുന്നത്. ഇന്ന് ഈ ആധ്യാത്മിക ജീവിതത്തിന് അപജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് മുമ്പ് കേരളത്തിൻ്റെ തനിമയിൽ എവിടെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിതം സുസ്ഥിരവും സുന്ദരവും ധന്യവും ശോഭനവും ആയിരുന്നുവോ, അതിൽ നിന്നും വല്ലാതെ നമ്മൾ വീണു പോയിട്ടുണ്ട്. ഇന്ന് മനസ്സ് അസ്വസ്ഥമാണ്, സംഘർഷഭരിതമാണ്, ജീവിതം മുഴുവൻ ദുഃഖമയമാണ്. എപ്പോഴും ടെൻഷൻ. KG ക്ലാസ്സിലെ കുട്ടികൾ പോലും അവരും പറയും ടെൻഷൻ എന്ന് പറയും. ഇന്ന് പറഞ്ഞു തുടങ്ങി. കാരണം അച്ഛന് ടെൻഷൻ, അമ്മയ്ക്ക് ടെൻഷൻ, സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ ടെൻഷൻ. ഇപ്പം ടെൻഷൻ അല്ലെങ്കിൽ പിരിമുറുക്കം ഇന്ന് വ്യാപകമായിട്ടൊരു അനുഭവമാണ്. അപ്പം ഇതിൽ നിന്നും മുക്തി നേടാൻ ആധ്യാത്മിക ജീവിതം, അല്ലെങ്കിൽ ആധ്യാത്മിക മൂല്യങ്ങളുടെ, അല്ലെങ്കിൽ മൂല്യങ്ങളെ മാനിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് ഉള്ള ഒരു ജീവിത ചിട്ട നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്ഥാപിക്കേണ്ടതുണ്ട്. ഈ ധർമ്മ സന്ദേശ യാത്ര നൽകുന്ന മുഖ്യമായിട്ടുള്ള സന്ദേശം ഇതാണ്: യതോ ധർമ്മ തതോ ജയ. അപ്പം ഈ സങ്കല്പം നെഞ്ചിലേറ്റിയാണ് സംപൂജ്യ ചിദാനന്ദപുരി സ്വാമിജിയും, അതുപോലെ സന്യാസി, കേരളത്തിലെ സന്യാസിമാരുടെ ഒരു സംഘടനയായിട്ടുള്ള മാർഗദർശക മണ്ഡലം ഇത് ഈ ആപ്തവാക്യത്തെ ഉയർത്തിപ്പിടിച്ച് സ്വാമിജിയുടെ നേതൃത്വത്തിൽ കേരളം വടക്കു തൊട്ട് തെക്ക് വരെ ഉള്ള സഞ്ചാരം യാത്ര ഇന്ന് സമാരംഭിക്കുകയാണ്. ഇന്നലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ മംഗലാപുരത്തു നിന്നും ഇവിടെ കുതിരൊള്ളി ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങി ശ്രീനാരായണ ഗുരുദേവനാൽ സ്ഥാപിതമായ അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കപ്പെട്ട മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും
ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഇന്നലെ രാത്രി ഇവിടെ എത്തിച്ചേർന്നു. ഇന്ന് ഈ യാത്രയുടെ സമാരംഭമാണ്. ഇതിൽ ഊന്നൽ കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതുപോലെ തന്നെ വിചാരങ്ങൾ, ആധ്യാത്മികമായിട്ട് ധർമ്മത്തിൽ ഊന്നിയ ആചാരങ്ങൾ, വിചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇവ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എപ്പോഴത്തെ പോലെ പണ്ടത്തേതുപോലെ പൂർവ്വകാലം നമ്മുടെ തനിമയിലേക്ക് കേരളം അതിൻ്റെ പൂർവ്വകാലങ്ങൾ നമ്മുടെ പൂർവ്വസൂരികൾ എന്താണോ അനുഷ്ഠിച്ചിരുന്നത്, അവരെത്രമാത്രം സംഘർഷരഹിതമായിട്ടുള്ള ജീവിതം, ധന്യമായിട്ടുള്ള ജീവിതം, ശാന്തസുന്ദരമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്നുവോ അത്തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ്, ഒരു പുനരാഗമനം, അതാണ് നമ്മൾ ഇവിടെ ആഗ്രഹിക്കുന്നത്. മാർഗദർശക മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ഈ സന്ദേശയാത്രയുടെ ലക്ഷ്യം അതാണ്. ഓരോ വ്യക്തിയും, അതായത് വ്യക്തി നിർമ്മാണത്തിലൂടെ, ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തി നിർമ്മാണത്തിലൂടെ സമാജ നിർമ്മാണം, സമാജ നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം. അപ്പം ആത്യന്തികമായിട്ട് ഓരോ വ്യക്തിക്കും അതിനുവേണ്ട പങ്ക് വഹിക്കാനുണ്ട്. അപ്പം ഇതിന് നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം, ഓരോ വ്യക്തിയും തയ്യാറാവണം. നമ്മുടെ വീടുകളിൽ ഇതിന് ആരംഭം കുറിക്കണം. നമ്മുടെ കുട്ടികൾ, നമ്മുടെ പേരക്കുട്ടികൾ, അവരെല്ലാം ഇതിൽ ഭാഗവാക്കുകളാണ്. ഉദാഹരണത്തിന് കൂടുതൽ വിശദീകരിക്കാനും സമയമില്ല. നമ്മുടെ ഓരോ വീട്ടിലും ചില നിത്യകർമ്മങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു നിത്യകർമ്മങ്ങളുണ്ട്. പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയും. പഞ്ചമഹായജ്ഞങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊരു എക്സസൈസായിട്ട് എടുത്തുകൊള്ളൂ. നിങ്ങളും നമ്മുടെ ആധ്യാത്മിക സാഹിത്യം വായിക്കുക, അല്ലെങ്കിൽ ആചാര്യന്മാരിൽ നിന്നും അതിൻ്റെ വിശദീകരണം തേടുക. എന്താണ് പഞ്ചമഹായജ്ഞം? ഈ ബ്രഹ്മയജ്ഞം, അതുപോലെ ദേവയജ്ഞം, പിതൃയജ്ഞം, നൃയജ്ഞം, ഭൂതയജ്ഞം. ഇത് അതിൻ്റെ വിശദീകരണം ഇപ്പോൾ തരാൻ സാധ്യമല്ല, കാരണം സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട്. ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടതാണ് ഇത് എന്താണിത്. അത് യജ്ഞം കൊണ്ടോ ഒന്നും വെച്ചിട്ടല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഓരോ നിമിഷവും ഓരോ ദിവസവും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ. ഈ അത്യാധുനിക യുഗത്തിൽ പോലും, ഈ സൈബർ യുഗത്തിൽ പോലും നമുക്ക് നമ്മുടെ മനസ്സിനെ സുസ്ഥിരമാക്കി വയ്ക്കാൻ, നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ, ശോഭായമാനമാക്കുവാൻ തീർച്ചയായിട്ടും ഈ പഞ്ചമഹായജ്ഞ അനുഷ്ഠാനം അത് വളരെയധികം സഹായിക്കും എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ആചാര്യന്മാർ പേർത്തും നമ്മളോട് ഉദ്ബോധിപ്പിക്കുന്നതാണ് ഈ വസ്തുത. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഏവരോടുമുള്ള അപേക്ഷ ഇതാണ്: ഈ പഞ്ചമഹായജ്ഞങ്ങൾ എന്താണെന്ന് ഓരോ അമ്മയും അറിയണം, മക്കളും അറിയണം, അച്ഛനും അറിയണം, എല്ലാവരും അറിയണം. ഓരോ കുടുംബത്തിൽ ആ കുടുംബത്തിൻ്റെ ഭദ്രത, അതിൻ്റെ സുരക്ഷിതത്വം, അതിൻ്റെ സുസ്ഥിരമായിട്ടുള്ള മുന്നോട്ടുള്ള പുരോഗതി എല്ലാം ഉറപ്പുവരുത്തും. ഇപ്പോൾ ഈ പഞ്ചമഹായജ്ഞങ്ങൾ യഥോചിതമായിട്ട് അനുഷ്ഠിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതം ടെൻഷൻ ഫ്രീ ആക്കും, സുസ്ഥിരമാക്കും. സ്ഥായി ഭാവത്തിലുള്ള ശാന്തി, സമാധാനം നമ്മുടെ മനസ്സിൽ കളിയാടും. അപ്പം അതിനായിട്ട് അങ്ങനെയുള്ള ഒരു ജീവിതം ഓരോ വ്യക്തിയുടെയും, കുടുംബത്തിൻ്റെയും, സമാജത്തിൻ്റെയും, രാഷ്ട്രത്തിൻ്റെയും ഇത്തരത്തിലുള്ള ഒരു മുന്നോട്ട് പോക്ക് അതിനെ രാക്കാക്കിക്കൊണ്ടാണ് ഈ ധർമ്മ സന്ദേശയാത്ര മാർഗദർശക മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്. ഇത് തിരുവനന്തപുരത്ത് 21-ാം തീയതി സമാപിക്കും. പക്ഷേ അതോടുകൂടി ഈ യജ്ഞം തീരുകയില്ല. ഇതിന് അനുബന്ധമായിട്ട് പല സംഗതികളും നടക്കും. അതുപോലെ തുടർ നടപടികൾ പലതുമുണ്ടായിരിക്കും, ഫോളോ അപ്പ് ഉണ്ടായിരിക്കും. അതിന് നമ്മുടെ ആചാര്യശ്രേഷ്ഠന്മാർ, സന്യാസി ശ്രേഷ്ഠന്മാർ അവരോരോരുത്തരും കിടഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവരുടെ രീതിയിൽ സംഗതികൾ ചെയ്യുന്നുണ്ട്. ഇനി അതിന് കൂടുതലൊരു ആക്കൽ ലഭിക്കും. മാത്രമല്ല, നിങ്ങളുടെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഞാൻ ഹിന്ദുവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട സ്വാഗതപ്രാസംഗം സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഞാൻ ഹിന്ദുവാണ് എന്ന ഊറ്റം കൊള്ളാൻ, അഭിമാനം കൊള്ളാൻ നമുക്ക് സാധിക്കണം. വെറുതെ ഭാഷ കൊണ്ട് അഭിമാനം കൊള്ളുകയല്ല, മറിച്ച് എന്താണ് ഹിന്ദുധർമ്മത്തിൻ്റെ മഹത്വം, അതിൻ്റെ അതുല്യത, അതിൻ്റെ അസാധാരണത്വം, ഇതര മതങ്ങൾക്ക് ഇല്ലാത്ത, ഇതര ധർമ്മങ്ങളിൽ ഇല്ലാത്ത പലതും നമുക്ക് അഭിമാനിക്കാനുണ്ട്. പക്ഷേ നമ്മുടെ ശാസ്ത്രങ്ങളിലേക്ക്, ആധ്യാത്മിക ശാസ്ത്രങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഉപനിഷത്തുക്കൾ,
ഭഗവത്ഗീത, നമ്മുടെ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ ഇതിൽ അല്പമെങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയ. അല്പമെങ്കിലും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ തുടങ്ങും ഹിന്ദുധർമ്മത്തെ പറ്റിയുള്ള നമ്മുടെ അഭിമാനങ്ങൾ. അപ്പം നമ്മുടെ ഹൃദയം അഭിമാനപൂരിതമാകണം. ഓരോരുത്തരുടെയും ഹൃദയം അഭിമാനപൂരിതമാകണം. നമ്മുടെ കുട്ടികളെ നമ്മൾ ധർമ്മത്തെപ്പറ്റി കൂടുതൽ കൂടുതൽ പഠിപ്പിക്കണം. ഇന്ന് രാവിലെ വിദ്യാനഗറിൽ സമുദായ നേതാക്കന്മാരുടെയും മത നേതാക്കന്മാരുടെയും ഒക്കെ ഒരു സഭയുണ്ടായിരുന്നു. അവിടെ വെച്ച് പൂജ്യ ചിദാനന്ദ സ്വാമിജി പറഞ്ഞത് ഇതാണ്: അവർ ഓരോരുത്തരും ഇതിൽ പങ്കാളികളാണ്. ഈ ധർമ്മ സന്ദേശത്തിൻ്റെ ലക്ഷ്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും പങ്കാളികളാണ്. ഇത് സന്യാസിമാരെ കൊണ്ട് മാത്രം ആവുന്നതല്ല. സന്യാസിമാർ തീർച്ചയായിട്ടും അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഓരോ വ്യക്തിയും ഇതിനു വേണ്ടി ശ്രമിച്ചെങ്കിൽ മാത്രമേ ഈ സങ്കല്പം യാഥാർത്ഥ്യമാവുകയുള്ളൂ, ഈ സ്വപ്നം യാഥാർത്ഥ്യമാവുകയുള്ളൂ. അനധിവിദൂര ഭാവിയിൽ ഈ സങ്കല്പം യാഥാർത്ഥ്യമാകട്ടെ, ഈ സത്യം സാക്ഷാത്കരിക്കപ്പെടട്ടെ. ഓരോ ഹിന്ദുവിനും ഞാൻ ഹിന്ദുവാണ് ജന്മം കൊണ്ട് മാത്രമല്ല, നമ്മുടെ സംസ്കാരം കൊണ്ട്, നമ്മുടെ കർമ്മം കൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഹിന്ദുവാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം ഭൗതികമായും ആധ്യാത്മികമായും രണ്ട് തലങ്ങളിലും അത് ശോഭിക്കുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഈ പരിപാടി കാസർഗോഡ് വെച്ച് ഇതിൻ്റെ സമാരംഭം കുറിക്കുന്നതിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനപൂരിതരാണ്. നമ്മുടെ സൗഭാഗ്യമാണ് കാസർഗോഡ് വടക്കൻ കേരളത്തിൽ കാസർഗോഡ് നിന്ന് ഈ മഹാസംരംഭത്തിൽ തുടക്കം കുറിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സൗഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന അനവധി സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട്. അവരുടെ എല്ലാം പാദസ്പർശം കൊണ്ട് ഈ ഭൂമി പവിത്രമായിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ സമാരംഭം ഇത്ര ഗംഭീരമായിരിക്കുന്നത് അതിന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. എൻ്റെ ഹൃദയംഗവുമായിട്ടുള്ള അഭിനന്ദനം ഓരോരുത്തർക്കും ഞാൻ നൽകുന്നു. അതുപോലെ തന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? സംഗതികൾ തനിയെ സംഭവിക്കുകയില്ല, നമ്മൾ സംഭവിപ്പിക്കണം. ടു മേക്ക് തിങ്സ് ഹാപ്പൻ. ഞാൻ ദൃക്സാക്ഷിയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ധാരാളം യുവാക്കൾ, ധാരാളം പ്രവർത്തകർ, ഞാൻ ഹിന്ദുവാണെന്ന് അഭിമാനം കൊള്ളുന്ന നിരവധി പ്രവർത്തകർ, ഒരുപക്ഷെ നൂറുകണക്കിന് പ്രവർത്തകർ, ഹിന്ദുത്വത്തിൽ ഹിന്ദുധർമ്മത്തിൽ അഭിമാനിക്കുന്നവർ, നൂറുകണക്കിന് യുവാക്കളും പ്രായഭേദമന്യേ എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ സമുന്നതമായിട്ടുള്ള വിജയത്തിന് വേണ്ടിയിട്ട്. അവരുടെ എല്ലാം മുമ്പിൽ ഞാൻ നമോവാകം ചെയ്യുന്നു, എൻ്റെ പ്രണാമങ്ങൾ. കാരണം അവരാണിത് യാഥാർത്ഥ്യമാക്കിയത്. എല്ലാവരും അവർക്ക് നല്ലൊരു കൈയടി കൊടുത്താൽ ഇവിടെ സന്തോഷമായിരിക്കുന്നു. അതിനുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.